Hi all, today I am going to talk about some sections and its examples in the Income Tax Law Practice and Tax Planning 2. ഫസ്റ്റ് നമ്മൾ അറിയാനായിട്ട് പോകുന്നതാണ് സെക്ഷൻ 44 AD എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് എനി സ്മോൾ ബിസിനസ് ഓൺ പ്രിസംപ്റ്റീവ് ബേസിസ്. അവിടെ പ്രിസംപ്റ്റീവ് ബേസിസ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, അവർ ടാക്സ് എന്താണ് ഒരു അസംഷൻ്റെ ബേസിലായിരിക്കും, ഒരു എസ്റ്റിമേഷൻ്റെ ബേസിലായിരിക്കും അവർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അങ്ങനെ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബിസിനസ്സുകാർക്ക് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, HUF, ഫാമിലി, പാർട്ട്ണർഷിപ്പ് ഫേംസ്, നോട്ട് LLP ഇവർ എന്താണ് എലിജിബിൾ ആണ്. പിന്നെ കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഇൻകം കിട്ടുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഏജൻസി ബിസിനസ്സുകാർക്ക് ഇത് എലിജിബിൾ അല്ല. പ്രീവിയസ് ഇയറിൽ ഗ്രോസ് റെസിപ്റ്റിൽ എന്താണ് 8% ആയിരിക്കും ഇൻകം വരുന്നുണ്ടായിരിക്കാം. ഇവർക്ക് എന്താണ് 2%ലാണ് ഇവർക്ക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് 8% ഉണ്ട്, അതുപോലെ തന്നെ 6% ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനായിട്ട് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസാക്ഷനായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ 8%, ബാങ്ക് വഴിയാണ് ഇവർ ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താണ് 6% വഴിയായിരിക്കും അവർക്ക് ഇൻകം അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1,80,000 രൂപ എനിക്ക് എന്താണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലത്തെ 1 ലക്ഷം എനിക്ക് ക്യാഷായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 80,000 രൂപ എന്ന് പറയുന്നത് എനിക്ക് ബാങ്കിൽ കൂടെയാണ് എനിക്ക് ട്രാൻസാക്ഷൻ നടത്തിയെന്നുണ്ടെങ്കിൽ അതിലത്തെ 1 ലക്ഷത്തിൻ്റെ ഇതെന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ നിന്ന് കിട്ടുന്ന എനിക്ക് ഇൻകം എന്ന് പറയുന്നത് അവിടെ 8% ആയിട്ടായിരിക്കും ഇതാക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ബാങ്ക് വഴിയാണ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ 80,000-ന് എത്രയാണ് 6% ആയിട്ടാണ് അവർ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പം അങ്ങനെ ഒരു എമൗണ്ട് തന്നെ 2 വഴിയിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 2 വഴി കൂടെ ഇൻകം വരികയാണെന്നുണ്ടെങ്കിൽ 2% ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത് തന്നെയാണ്, ഒരു എമൗണ്ട് ഒരു വഴിയിൽ കൂടെ തന്നെയാണ് വരണമെന്നുണ്ടെങ്കിൽ ഇത് വേയാണ് അവർ വന്നിട്ടുള്ളത്. അതിൻ്റെ ബേസിലായിരിക്കും അവർക്ക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 8% ഉണ്ട്, അതുപോലെ തന്നെ 6% ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 2. Mr. Praveen is occupied in business of electrical installation. His gross receipt from such business are 50 lakh during the previous year 2022-23. He would like pay tax on his income, which he declared income as per the provisions of section 44 AD. Further, he wants to claim depreciation at 15% on plant and machinery, written down value 6 lakh on 1/4/2022, which he used for his business. You are required to find out his income under the head income from business or profession and written down value of plant and machinery. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. മിസ്റ്റർ പ്രവീണിന് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ്റെ ഒരു ബിസിനസ്സാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രോസ് റെസിപ്റ്റ്, അതായത് 2022-23 ഇയറിലത്തെ ഇൻകം എത്ര ലാക്കാണ്, 50 ലാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് 44 AD പ്രകാരം ടാക്സ് പേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15% റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. 1/4/2022 6 ലാക്കിന് വാങ്ങിയ പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് ക്ലെയിം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷനും എത്രയാണെന്ന് കണക്കാക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സൊല്യൂഷൻ നോക്കിയാലോ. 44 AD പ്രകാരം ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഗ്രോസ് റെസിപ്റ്റിൻ്റെ 8% ആണ് നെറ്റ് ഇൻകം ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അതായത് എത്രയാണോ ഇൻകം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 8% മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഇൻകം ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള 8%-ന് മുകളിൽ വന്നിട്ടുള്ള ഇൻകത്തിന് മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ 30 to 38 വരെയുള്ള, അതായത് സെക്ഷൻ 30 to 38 വരെയുള്ള ഡിഡക്ഷൻസ് ഒന്നും അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൽ ഡിപ്രീസിയേഷനും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും അടക്കം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ മിസ്റ്റർ പ്രവീണിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഡിഡക്ഷനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അതിൽ ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ഇൻകം എത്രയാണെന്നുള്ളതും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷനും കണക്കാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ക്ലെയിം ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല.
സോ അസസബിൾ ബിസിനസ് ഇൻകം നമുക്ക് കണ്ടുപിടിക്കുന്നതിനായിട്ട് അവിടെ എത്രയാണ് ഇൻകം തന്നിട്ടുള്ളത്? 15 ലാക്കാണ് നമുക്ക് ഇൻകം തന്നിട്ടുള്ളത്. അതിൻ്റെ 8% മാത്രമാണ് അദ്ദേഹത്തിന് ഇൻകമായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 15 ലാക്കിൻ്റെ 8% എന്ന് പറയുന്നത് 4 ലാക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ വാല്യൂ നോക്കുമ്പോൾ ഇവിടെ അദ്ദേഹം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്രീസിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ആ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1/4/2022 വാങ്ങിച്ചിട്ടുള്ള മെഷീനറിയാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്? 6 ലക്ഷം രൂപയ്ക്കാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 15% വെച്ച് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് വരുമ്പോൾ 90,000 ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ലെസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ 90,000 ലെസ് ചെയ്ത് വരുമ്പോൾ അവിടുത്തെ 1/4/2023 കറൻറ്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 51,000 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ വരുന്നത്. ഇവിടെ പ്രീവിയസ് ഇയർ 2022-23 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് ഒരു വർഷത്തെയാണ് വരുന്നത്. അപ്പോൾ ഒരു വർഷത്തെയാണ് 90,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഇൻകം എന്ന് പറയുന്നത് അക്സസബിൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 4 ലാക്കും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 51,000 ആണ് വരുന്നത്. 6 ലാക്കിൽ നിന്ന് 90,000 ലെസ് ചെയ്തിട്ട് 5,10,000 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത്. മിസ്റ്റർ വിനീത് ഈസ് എ ബിൽഡിംഗ് കോൺട്രാക്ടർ. During the previous year 2022-23, he adopted the following contracts. First contract, college building, contract price 12 lakh, work completed 8 lakh. Second contract, Gramin road making, contract price 3 lakh, wall work finished with this amount. Third contract, rest house building, contract price 24,000, work completed 18 lakh. Fourth contract, bridge construction, contract price 56,000, work completed 48,000. Fifth contract, a plant has been used for construction costing 20 lakh. He borrowed 15 lakh at 18% per annum from bank for working capital. He has full record of expenses but do not maintain regular accounts regarding contract expenditure. Mr. Vineet estimates that if he prepares proper accounts, then actual taxable income will be only 6 lakh, but he has to spend 25,000 for preparing account and to audit them. Determine Mr. Vineet's taxable income from construction under section 44 AD of Income Tax Act 1961. 44 AD പ്രകാരം വരുന്ന വേറൊരു എക്സാമ്പിളാണ്. മിസ്റ്റർ വിനീത് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അദ്ദേഹം 2022-23 ഏറ്റെടുത്ത് ഇതാക്കിയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വരുന്നതാണ് കോളേജ് ബിൽഡിങ്. അവിടെ കോൺട്രാക്ട് പ്രൈസ് 12 ലാക്കാണ് വരുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 8 ലാക്കാണ്. ഗ്രാമീൺ റോഡ് മേക്കിംഗ് കോൺട്രാക്ട് പ്രൈസ് 3 ലാക്കാണ് വരുന്നത്. ഈ എമൗണ്ടിന് തന്നെ 3 ലാക്കിന് തന്നെ അവിടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസ് 24 ലാക്കാണ് വരുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 80 ലാക്ക് യൂസ് ചെയ്തിട്ടാണ്. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ വരുന്നത് കോൺട്രാക്ട് പ്രൈസ് 56 ലാക്കാണ് വരുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 48,000 ആണ്. 48,000 48 ലാക്കിനാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 20 ലാക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്ന ഒരു പ്ലാന്റ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 15 ലാക്ക് 18% ബാങ്കിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസസ് ഒന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ 44 AD പ്രകാരം വരുന്ന ഇൻകം എന്ന് പറയണത് അദ്ദേഹം ആക്ച്വൽ ടാക്സബിൾ ഇൻകം ആയിട്ട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 6 ലാക്കാണ് വരുന്നത്. അതിന് കൂടാതെ ഓഡിറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 25,000 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സബിൾ ഇൻകം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇൻകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള കൺസ്ട്രക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകത്തിന് വേണ്ടിയിട്ട് വന്ന ഇൻകത്തിന് എത്രത്തോളം ടാക്സ് അടയ്ക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയണത്
അവിടെ എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 4 കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിലത്തെ എത്ര എമൗണ്ടാണോ അദ്ദേഹത്തിന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അത്ര എമൗണ്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഇതിൽ വരുന്നത് 8 ലാക്കാണ് വരുന്നത്, രണ്ടാമത്തേൽ 3 ലാക്ക്, പിന്നത്തേൽ 18 ലാക്ക്, പിന്നെ വരുന്നതാണ് 48 ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കൺസ്ട്രക്ഷൻ്റെ എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് വരുന്നതാണ് 78 ലാക്ക് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം 44 AD പ്രകാരം ഇവിടെ ക്ലെയിം ചെയ്യണത് കാരണം അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ബാങ്ക് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷനായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 8% ഓഫ് 78 ലാക്കാണ് വരിക. അതെന്ന് പറയുന്നത് 6,24,000 ആണ് വരിക ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നോർമൽ പ്രൊവിഷൻ്റെ ബേസിൽ അദ്ദേഹം 6 ലാക്ക് ഓൾറെഡി അവിടെ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഓഡിറ്റിങ്ങിന് വന്ന എക്സ്പെൻസസ് മൈനസ് ചെയ്യണം. 25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 5,75,000 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 ഇൻകമാണ് വന്നിട്ടുള്ളത്. നോർമൽ പ്രൊവിഷൻ്റെ ബേസിലുണ്ട്, അതുപോലെ തന്നെ 44 AD പ്രകാരവും ഉണ്ട്. 44 AD പ്രകാരമുള്ളത് എന്ന് പറയുന്നത് 6,24,000 രൂപയാണ് വരുന്നത്. നോർമൽ പ്രൊവിഷൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,75,000 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോർമൽ ഇൻകത്തിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 2,50,000 ടാക്സ് ഉണ്ടായിരിക്കില്ല. പിന്നത്തെ നെക്സ്റ്റ് 2,50,000 5% 12,500 വരിക. പിന്നെ ബാലൻസ് 75,000 അതിന് 20% വരുമ്പോൾ 15,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിലത്തെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,500 പ്ലസ് 15,000 27,500 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ സെസ് ആഡ് ചെയ്യുമ്പോൾ 1,200. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് അവിടെ 28,600 രൂപയാണ് നോർമൽ പ്രൊവിഷൻ്റെ ബേസിൽ ടാക്സ് അടയ്ക്കേണ്ടത്. 44 AD പ്രകാരം വരുന്ന ഇൻകം എന്ന് പറയുന്നത് 6,24,000 രൂപയാണ് വരുന്നത്. അതിലത്തെ ആദ്യത്തെ 2,00,000 2,50,000 ടാക്സ് അടയ്ക്കേണ്ട. നെക്സ്റ്റ് 2,50,000 വരുന്നത് 12,500 ആണ് വരുന്നത്. ബാലൻസ് 1,24,000 20% ആണ് 24,800. അപ്പോൾ ഇത് 2 എമൗണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 37,300 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ സെസ് ആഡ് ചെയ്യുമ്പോൾ 1,492 രൂപ. അപ്പോൾ ടോട്ടൽ ടാക്സ് അടയ്ക്കേണ്ടത് 38,792 രൂപയാണ് അവിടെ 44 AD പ്രകാരം വരുന്ന ടാക്സ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് 2 ടാക്സബിൾ ഇൻകമാണ് വന്നുള്ളത്. ഇതിൽ ഏത് വേണമെന്നുള്ളത് അദ്ദേഹത്തിന് ചൂസ് ചെയ്യാം. പിന്നെ ഇതിൽ 5ാമത്തെ പോയിൻ്റായിട്ടുള്ള പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതൊക്കെ എന്ത് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ അതൊന്നും നമ്മളിതിൽ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നോർമൽ ഇൻകം അവിടെ നോർമൽ പ്രൊവിഷൻസ് ബേസ് ചെയ്തിട്ടുള്ള 6 ലാക്ക് അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ 6 ലോണും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണും ഡിപ്രീസിയേഷനും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ നമ്മൾ നോർമൽ പ്രൊവിഷൻ ഇതാക്കിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എടുക്കാതിരുന്നത്. മിസ്റ്റർ റീച്ചൽ is running a stationery store in his own building. The turnover of the store during the previous year 2022-23 was 55 lakh and he declared income as per the provisions of section 44 AD. After computing the income at 8% of such turnover of 55 lakh, he wants to claim further deduction on account of following items. First information, salary paid to accountant 90,000. Second information, depreciation on shop building 1,22,000. Third information, depreciation on computer system 26,000. Fourth information, expenditure on account of insurance of shop 60,000. Can he claim deduction on account of above expenditure? Next illustration ആണ് illustration 4. മിസ്റ്റർ റീച്ചൽ ഒരു സ്റ്റേഷനറി സ്റ്റോറ് സ്വന്തം ബിൽഡിങ്ങിൽ നടത്തുന്നുണ്ട്. അപ്പോൾ 2022-23 ടേൺ ഓവർ എന്ന് പറയുന്നത് 55 ലാക്കാണ് വരുന്നത്. 44 AD പ്രകാരം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻകമാണ് ഇൻകം എന്ന് പറയുന്നത് 45 ലാക്കിൻ്റെ 8% ആണ് ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഫർദർ ഡിഡക്ഷൻസും അത് റീച്ചലിന് അത് ഡിഡക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
അപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി പെയ്ഡ് ടു അക്കൗണ്ടൻറ്റ് 90,000, ഡിപ്രിസിയേഷൻ ഓൺ ഷോപ്പ് ബിൽഡിങ് 1,92,000, ഡിപ്രിസിയേഷൻ ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റം 26,000, എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഷുറൻസ് ഓഫ് ഷോപ്പ് 16,000. ഈ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് റേച്ചൽ എന്ന് പറയുന്നത് ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത് 44 AD പ്രകാരം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അവർ ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8% ആണ് അവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഡിഡക്ഷൻസ് 30 to 38 വരെയുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് ഡിപ്രിസിയേഷനും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനും അടക്കം ക്ലെയിം ചെയ്യാനായിട്ട് അവിടെ സാധിക്കില്ല. അഡീഷണലായിട്ട് ഡിഡക്ഷൻസും ഇവിടെ തന്നിട്ടുള്ള അക്കൗണ്ടൻറ്റിന് സാലറി കൊടുത്തിട്ടുള്ളതുണ്ട്, ഡിപ്രിസിയേഷനും അതൊന്നും അതേ ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ ഓൾറെഡി എന്താണ് 44 AD പ്രകാരം അവർ ആ ഇൻകം അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാരണം അവർക്ക് അഡീഷണലായിട്ട് വരുന്ന ഡിഡക്ഷൻസ് ഒന്നും അത് അവിടെ ഇതാക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സെക്ഷൻ 44 AD ആണ്. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ കമ്പ്യൂട്ടിംഗ് പ്രൊഫഷണൽ ഇൻകം ഓൺ എസ്റ്റിമേറ്റഡ് ബേസിസ്. ദിസ് പ്രൊവിഷൻ ഈസ് applicable to an SSA who is resident and engaged in professional referred to in section 44A(a)(1) and gross receipt of the SSA from the profession does not exceed 50 lakh. If the above two conditions are satisfied, income of the SSA shall be calculated on estimated basis at a sum equal to 50% of the total gross receipt. സെക്ഷൻ 44 AD എന്ന് പറയുന്നത് ഒരു പ്രിസംപ്റ്റീവ് ബേസിസ് ടാക്സ് കാൽക്കുലേഷനാണ്. പ്രിസംപ്റ്റീവ് ബേസിസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേഷൻ്റെ പുറത്ത് അവിടെ എന്താണ് ഒരു വ്യക്തി അവിടെ ടാക്സ് അടയ്ക്കാനായിട്ട് പോകുന്നതിനാണ് പ്രിസംപ്റ്റീവ് ബേസിസ് എന്ന് പറയുന്നത്. സെക്ഷൻ 44 AD എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ പേഴ്സൺ എന്ന് പറയുന്നത് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. പിന്നെ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് പ്രൊഫഷണൽ 44A(1) പ്രകാരം അവിടെ എന്തായിരിക്കണം, പ്രൊഫഷണലായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ടാക്സ് കാൽക്കുലേഷൻ ഇവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് അവരുടെ ഗ്രോസ് റെസിപ്റ്റ് എന്ന് പറയുന്നത് 50 ലാഖിന്, അതായത് ടേൺ ഓവർ 50 ലാഖ് വരെ പോകാനായിട്ട് പാടുള്ളൂ. അതിന് മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ 50 ലാഖിന് മുകളിൽ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് പ്രിസംപ്റ്റീവ് റൈറ്റ്, അതായത് നമുക്ക് ഡിഡക്ഷൻ കിട്ടണത് 50% മാത്രമാണ് നമുക്കവിടെ ഇത് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ ടോട്ടൽ എത്രയാണോ എമൗണ്ട് ഇൻകം നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 50% നമുക്ക് ഇൻകമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള 50%ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇത് ടാക്സ് നമ്മൾ ഈ ഒരു സ്കീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ 5 വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ടാക്സ് ഈ മെത്തേഡിൽ തന്നെ ടാക്സ് അടയ്ക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലായിരിക്കണം നമ്മളിത് ഓപ്റ്റ് ചെയ്യേണ്ടത്. എങ്ങാനും ഇനി ഇടയ്ക്ക് വെച്ച് ഒരു 3 വർഷം നമ്മൾ അടച്ചു പിന്നെ ബാക്കിയുള്ള വർഷത്തിലേക്ക് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏത് വർഷമാണോ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വർഷം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 5 വർഷത്തേക്ക് നമുക്ക് അത് ഈ സ്കീം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോർമൽ ടാക്സേഷൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ, അല്ലാതെ ഈ സ്കീം നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ അവർ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് പ്രിസംപ്റ്റീവ് ബേസ് ആണ് സെക്ഷൻ 44AE എന്ന് പറയുന്നത്. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിങ് ഓർ ലീസിങ് ഗുഡ്സ് കാരേജസ്. അതായത് ഈ സെക്ഷനിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വെഹിക്കിള് ഗുഡ്സ് കാരേജസ് ആയിട്ട് വെഹിക്കിള് അവിടെ എന്താണെന്ന് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് എങ്ങനെ ഈ സ്കീം അപ്ലൈ ചെയ്ത് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്ന് പറയണത് അവിടെ എന്താണ് ആളുടെ ഇൻകം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണത് ടോട്ടൽ 10 വെഹിക്കിൾ മാത്രമാണ് ആൾക്ക് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. 10 വെഹിക്കിളിന് കൂടാനായിട്ട് പാടില്ല. പിന്നെയെന്ന് പറയുന്നത് 2 കാറ്റഗറി ആയിട്ടാണ് വെഹിക്കിളിനെ
ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹെവി വെഹിക്കിളും ഉണ്ട്, ലൈറ്റ് വെയ്റ്റ് വെഹിക്കിളും ഉണ്ട്. ഹെവി വെഹിക്കിൾ എന്ന് പറയുന്നത് 12,000 കിലോഗ്രാമിന് കൂടുതലുള്ള വെഹിക്കിളിനെയാണ്. 12,000 അല്ലാന്നുണ്ടെങ്കിൽ അതിന് കൂടുതലുള്ള വെഹിക്കിളിനെയാണ് ഹെവി വെഹിക്കിൾ എന്ന് പറയുന്നത്. 12,000 കിലോഗ്രാമിന് താഴെയുള്ള വെഹിക്കിളിനെയാണ് ലൈറ്റ് വെയ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതിലത്തെ ഹെവി വെഹിക്കിളിനാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് 1000 രൂപയാണ് ഇൻകമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ 1000 രൂപ എന്ന് പറയുന്നത് അവിടെ 1000 രൂപയായിരിക്കില്ല. കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പക്ഷേ അത് ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ 12 മാസമുണ്ട്. അപ്പോൾ 12 മാസം ഉപയോഗിച്ചതിൻ്റെതും പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റും കൂടി കൂട്ടിയിട്ട് എത്രയാണോ ടൺ വരുന്നത് അതും കൂടിയിട്ടാണ് കൂട്ടുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെയെന്ന് പറയുന്നത് എത്ര വെഹിക്കിളുണ്ട്, വണ്ടികളുടെ എണ്ണം കൂടി നോക്കിയിട്ടാണ് അവർ ഹെവി വെഹിക്കിളിൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. 1000 ഇൻറ്റു പെർ മന്ത് ഇൻറ്റു പെർ ടൺ ഇൻറ്റു പെർ വെഹിക്കിൾ അങ്ങനെയാണ് വരിക ഹെവി വെഹിക്കിളിന്. ഇനി ലൈറ്റ് വെയ്റ്റ് വെഹിക്കിളിനാണെന്നുണ്ടെങ്കിൽ അവിടെ 7,500 ആണ് ഒരു മാസത്തേക്ക് വരുന്നത്. അവിടെ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെർ ടണ്ണിൻ്റെ ബേസിലല്ല, പെർ വെഹിക്കിളിൻ്റെ ബേസിലും പെർ മന്തിൻ്റെ ബേസിലാണ് നോക്കുക. അപ്പോൾ 700 ഇൻറ്റു പെർ മന്ത് ഇൻറ്റു പെർ വെഹിക്കിൾ അങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് വെയ്റ്റ് വെഹിക്കിളിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ ഇതായി കഴിഞ്ഞാൽ ഈ ഒരു സ്കീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ബ്രേക്കായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് ആ ഒരു 5 കൊല്ലത്തേക്ക് നേരത്തെ 44 ADAയിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ അടുത്ത 5 കൊല്ലത്തേക്ക് എന്നാണോ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 5 കൊല്ലത്തേക്ക് അത് ഈ സ്കീം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. സാധാരണ നോർമൽ ടാക്സ് ആക്ഷൻ തന്നെ അവിടെ സാധിക്കുള്ളൂ. പിന്നെയെന്ന് പറയണത് അവിടെ ആക്ച്വലി ഒരു ഇയറിൽ അവർക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിൽ നോക്കിയിട്ട് ഏതാണ് വലുത് ഇങ്ങനെ ഡിഡക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പ്രിസംപ്റ്റീവ് ബേസിസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകമാണോ വലുത്, അതല്ലാതെ നോർമലായിട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകമാണോ വലുത്, ഇതിലേതാണോ ഇൻകമാണോ വലുതായിട്ട് എടുക്കുന്നുണ്ടായിരിക്കുക ആ ഇൻകത്തിനായിരിക്കും നമ്മൾ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കുന്നുണ്ടായിരിക്കുക. Mr. Raghavan engaged in the business of playing, hiring or leasing goods carriages owns 9 goods vehicles during the previous year 2022-23. Can he adopt the provisions of presumptive schemes of section 44AE in respect of this business? Mr. Raghavan business of playing, hiring or leasing goods ബിസിനസ് നടത്തുന്നുണ്ട്. അതിൽ 2022-23 9 വെഹിക്കിൾസ് ആണുള്ളത്. ഇദ്ദേഹത്തിന് പ്രൊവിഷൻ സെക്ഷൻ 44AE പ്രകാരമുള്ള പ്രൊവിഷന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സൊല്യൂഷൻ നോക്കാം. അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് പ്ലേയിങ്, ഹയറിങ് ഓർ ലീസിങ് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. 9 വെഹിക്കിളാണുള്ളത് ടോട്ടൽ അദ്ദേഹത്തിന്. അവിടെ ക്രൈറ്റീരിയ പ്രകാരം 10 വെഹിക്കിൾസിന് കൂടാനായിട്ട് പാടില്ല. അപ്പോൾ 9 ഉള്ളൂ. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് ഈ പ്രൊവിഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ക്രൈറ്റീരിയയും അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് 44AE അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. 44AE പ്രകാരം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്രസൻറ്റ് കേസിൽ നിതിന് 9 വെഹിക്കിളാണുള്ളത്. 5 എണ്ണം ഹെവി ഗുഡ്സ് വെഹിക്കിളും ബാക്കിയുള്ളത് ബാക്കിയുള്ള 4 എണ്ണം എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ഗുഡ്സ് വെഹിക്കിളാണുള്ളത്. ഇതിലത്തെ ഹെവി വെഹിക്കിളിന് 13,000 കിലോഗ്രാം വെയിറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ ഒരു മന്തിലേക്ക് വരുന്ന ഗുഡ്സിൻ്റെ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 1000 ഇൻറ്റു 13 ടണ്ണ് 13 കിലോഗ്രാം ആയ കാരണം 13,000 കിലോഗ്രാം ആയ കാരണം നമ്മളോട് 13 ടണ്ണായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിന് ഒരു മാസത്തേക്കുള്ള ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഇതെന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് 1000 ഇൻറ്റു 13 വരിക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം എത്ര വെഹിക്കിളുണ്ട്? 5 വെഹിക്കിളുണ്ട്.
അപ്പോൾ മന്ത്ലി ഇൻകം 5 വെഹിക്കിളിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക? 5 വെഹിക്കിളും ഉണ്ട്, 13 ടണ്ണാണ് വരിക. പിന്നെ 1000 ഒരു മാസത്തേക്കുള്ള ഇതെന്ന് പറയണത് വാല്യൂ എന്ന് പറയണത്. ഒരു വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഇതെന്ന് പറയുന്നത് 7,80,000 ആണ് ഇൻകം വരുന്നുണ്ടായിരിക്കുക. അതർ ദാൻ ഹെവി വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മന്തിലേക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് 7,500 ആണ്. 4 വെഹിക്കിളാണുള്ളത്, 12 മാസത്തേക്ക്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അപ്പോൾ എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കാം? അവിടെ ടോട്ടൽ അതർ ദാൻ വെഹിക്കിളിൻ്റെ ഇതെന്ന് പറയണത് 3,60,000 രൂപയാണ് ഇൻകം വരുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് ഹെവി വെഹിക്കിളിൻ്റെയും അതുപോലെ തന്നെ അതർ ദാൻ ഹെവി വെഹിക്കിൾസും കൂടിയിട്ട് അതിൻ്റെ രണ്ടും കൂടി ഇൻകം 9 വെഹിക്കിളല്ലേ അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ 2 ഇൻകം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നുണ്ടായിരിക്കുക? 7,80,000 പ്ലസ് 3,60,000 ആഡ് ചെയ്തിട്ട് കിട്ടുമ്പോഴാണ് 11,40,000 രൂപയാണ് 44AE പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് ഇല്ലുസ്ട്രേഷൻ 7. ഇല്ലുസ്ട്രേഷൻ 7 എക്സ്പ്ലെയിൻ ചെയ്യാം. MR ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അത് ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിങ് ഗുഡ്സ് കാരേജസ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. 8 ഹെവി വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. 2022-23 പ്രകാരം സെക്ഷൻ 44AE പ്രകാരം ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് പെർ മന്ത് എന്ന് പറയുന്നത് 1000 എന്നതിലാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പാർട്ട്നേഴ്സ് അവരുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളുടെ റിട്ടേൺ ഡൗൺ വാല്യൂ കണക്കാക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിൽ കിഴിവ് അവകാശപ്പെടാത്തതിൽ ഡിഡക്ഷൻ കുറയ്ക്കില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഡിപ്രീസിയേഷൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ വാല്യൂം അത് കുറയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 44AE പ്രകാരം അവിടെ ഇൻകം എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കമ്പ്യൂട്ടറാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ അവിടെ എന്താണ് അവൈലബിൾ ആകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആയതുകൊണ്ട് അവിടെ വേറൊന്നും അത് നമുക്കവിടെ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ ആ ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അവിടെ മറ്റ് ഡിഡക്ഷൻസ് ഒന്നും അനുവദിക്കില്ല. എന്നാലും അവിടെ എന്താണ് സെക്ഷൻ 44AE പ്രകാരം വരുന്ന ബിസിനസ്സിൽ, അതായത് ഈ സെക്ഷനും പ്രകാരം വരുന്ന ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരം, അതായത് സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുകയും അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ അവിടെ എന്താണ് അവർ കാണിക്കുകയാണ് ചെയ്യുക. അവിടെ നമുക്ക് അങ്ങനെ ഡിപ്രീസിയേഷൻ നമുക്ക് ഇതാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവർ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണ പോലെയാണ് കാണിക്കുന്നുണ്ടായിരിക്കാം. അത് നമുക്ക് ആ ഒരു ഡിഡക്ഷൻ തന്ന പോലെയായിരിക്കും അവരത് കാണിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ, അതായത് പാർട്ട്ണറിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ശരിയല്ല. മിസ്റ്റർ കൃഷ്ണ ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിങ് ഗുഡ്സ് കാരേജസിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ 8 ഹെവി ഗുഡ്സ് വെഹിക്കിളാണ് ഉള്ളത്. 44AE ക്ലെയിം ചെയ്യണം എന്നുണ്ട്. അപ്പോൾ 44AE പ്രകാരമുള്ള ഇൻകം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 44AE പ്രകാരം നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഹെവി വെഹിക്കിൾസ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അവിടെ എന്ന് പറയുന്നത് എത്ര വെഹിക്കിളാണുള്ളത്? 8 ഹെവി വെഹിക്കിളാണുള്ളത്. അപ്പോൾ അവിടെ 8 ഹെവി വെഹിക്കിളാണോ എന്നുള്ളത് നോക്കുമ്പോൾ അവിടെ എന്താണ് 10 വെഹിക്കിളിന് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതെന്താണ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 44AE പ്രകാരം ഹെവി വെഹിക്കിളിന് അവിടെ വരണത് 1000 റുപ്പീസാണ് വാല്യൂ വരുന്നത്. അതെത്രയാണ്? ഒരു വർഷത്തേക്കാണ് വരുന്നത്. അവിടെ വെഹിക്കിളിൻ്റെ ഇതെന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അപ്പോൾ 1000 × 12 × 8 അങ്ങനെ വരുമ്പോൾ സെക്ഷൻ 44AE പ്രകാരം വരുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത് അവിടെ 11,52,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം 44AE പ്രകാരമുള്ളൊരു ബിസിനസ്സിൽ എൻഗേജ്ഡ് ആവാണ്. അപ്പോൾ അവിടെ 5 അതർ ദാൻ ഹെവി വെഹിക്കിൾസ് ആണുള്ളത്. അതിന് പുറമെ അതിലത്തെ തന്നെ എന്താണ് 5 വെഹിക്കിൾസ്, 2 വെഹിക്കിൾ എന്ന് പറയുന്നത് 20/1/2023 റെൻറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്.
ബാക്കി കാരേജിയസ് വണ്ടികളായിട്ട് 4 വണ്ടികളാണുള്ളത്. അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് 2 പാർട്ട്നേഴ്സാണുള്ളത്. പിയും ക്യൂ എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സാണുള്ളത്. അവരുടെ പെർ മന്ത് സാലറി എന്ന് പറഞ്ഞിട്ട് 20,000 ആണ് സാലറി വരുന്നത്. ഇൻട്രസ്റ്റ് 12% പെർ ആനം. ക്യാപിറ്റൽ 2 ലക്ഷം ആണ് വരുന്നത്. ഈ കേസിൽ 44 AV പ്രകാരം ബിസിനസ് ഇൻകം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ ഏത് ബിസിനസ്സാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടുത്തേതെന്ന് പറയുന്നത് 44 AV പ്രകാരമുള്ള ബിസിനസ്സാണ് വരുന്നത്. പിന്നെ അതിലത്തെ നമ്പർ ഓഫ് വെഹിക്കിൾസ് അവിടെ 10ന് മുകളിൽ കൂടാനായിട്ട് പാടില്ല. ഇവിടെ എന്ന് പറയുന്നത് 5ഉം 4ഉം ടോട്ടൽ 9 വെഹിക്കിളാണ് ഉള്ളത്. ആദ്യത്തെ 5 വെഹിക്കിളിലത്തെ 2 എന്ന് പറയുന്നത് 20/1/2023 പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് 3 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 1, 2, 3 അങ്ങനെ 3 മാസം മാത്രമാണ് അത് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള വെഹിക്കിളൊക്കെ ബാക്കിയുള്ള 6 വെഹിക്കിളും അത് ആ ഒരു കൊല്ലം മുഴുവൻ യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. ഹെവി വെഹിക്കിൾ അല്ലാത്ത കാരണം അതിൻ്റെ ഒരു പെർ മന്തിൽ ഡീമഡ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 7,500 ആണ് പെർ മന്ത് വരിക. അപ്പോൾ ഇവിടെ എന്ന് പറയണത് ഫസ്റ്റ് 5 വെഹിക്കിളിലത്തെ 3 എണ്ണമാണ് ഒരു കൊല്ലം മുഴുവനായിട്ട് നിന്നുള്ളത്. അപ്പോൾ 7,500 × 3 × 12 27,000 ആണ് ആ 3 വെഹിക്കിളിൻ്റെ ഒരു വർഷത്തേക്കുള്ള വാല്യൂ എന്ന് പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വെഹിക്കിൾ അതെന്താണ് 3 മാസം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 7,500 × 2 × 3 അപ്പോൾ കിട്ടുന്നതാണ് 45,000. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബാക്കി 4 വെഹിക്കിളുണ്ടല്ലോ. അതിനും എങ്ങനെ തന്നെയാണ് 7,500 × 4 × 12 അപ്പോൾ കിട്ടുന്നതാണ് 3,60,000 കിട്ടണത്. അങ്ങനെ ടോട്ടൽ 2,70,000 പ്ലസ് 45,000 പ്ലസ് 3,60,000 ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് 6,75,000 രൂപയാണ് ആ ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം എന്ന് പറയണത്. പക്ഷേ ഇവിടെ പാർട്ട്നേഴ്സ് ആയ കാരണം അവിടെ 2 പേരുടെയും കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് കാരണം അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ റെമ്യൂണറേഷൻ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ലെസ് ചെയ്തതിന് ശേഷമാണ് അവരുടെ ബിസിനസ് ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷമാണ് അവിടെ ഓരോരുത്തർക്കും അത് വരുന്നത്. അപ്പോൾ എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷം × 12%. അവിടെ 12% ആണ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ 24,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ക്യൂവിൻ്റെയും എത്ര തന്നെയാണ് 2 ലക്ഷം × 12% 24,000. ഇതിൻ്റെ രണ്ടും കൂടി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 48,000 രൂപയാണ് വരുന്നത്. അത് അവിടെ വെഹിക്കിളിൻ്റെ ഇൻകമായിട്ടുള്ള 6,75,000 നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് 6,27,000 രൂപ എന്ന് പറയുന്നത്. ഈ 6,27,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബുക്ക് പ്രോഫിറ്റിൻ്റെ ബേസിലാണ് അവിടെ റെമ്യൂണറേഷൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 90% ഓഫ് 3 lakh എന്ന് പറയുന്നത് എത്രയാണ്? 2,70,000 രൂപയാണ് വന്നിട്ടുള്ളത്. അവിടെ 6,77,000 നിന്ന് 3 ലക്ഷമാണ് എന്തെന്ന് പറയുന്നത് റെമ്യൂണറേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലത്തെ 90% അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2,70,000 രൂപയാണ് അവർക്ക് റെമ്യൂണറേഷനായിട്ട് പോകുന്നത്. ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6,00,000 നിന്ന് 27,000 മൈനസ് 6,27,000 നിന്ന് 3 ലക്ഷം മൈനസ് ചെയ്തിട്ടുള്ള 3,27,000 രൂപയാണുള്ളത്. അതിൻ്റെ 60% ആണ് അവിടെ ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,66,200 രൂപയാണ് വരുന്നത്. ഈ 2,70,000 രൂപയും 1,96,200 രൂപയും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് 4,66,200 രൂപ. 4,66,200 രൂപയാണ് എന്തെന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്താണ് സാലറി പ്രകാരമുള്ള ഇത് എത്രയാണെന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടുത്തെ പിൻ്റെ സാലറി എന്ന് പറയുന്നത് 20,000 × 12 മാസത്തേക്ക്, അതായത് ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ എത്രയാണ്? 2,40,000 രൂപയാണ് വരുന്നത്.
ക്യൂവിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 20,000 ഇൻറ്റു 12 2,40,000. അപ്പോൾ ടോട്ടൽ 4,80,000 രൂപയാണ് അവർക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു കൊല്ലത്തേക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പം ഇതിലത്തെ വെഹിക്കിൾ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 4,66,200 രൂപയാണ് വന്നിട്ടുള്ളത്. അതാണോ സാലറി പ്രകാരം വന്നിട്ടുള്ളത് 4,80,000 രൂപയാണ്. ഇതിൽ ഏതാ ഇൻകമാണോ ചെറുത് ആ ഇൻകമാണ് നമ്മളിവിടെ എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണത് എടുക്കാം. ആ ഇൻകം എടുത്തതിന് ശേഷം അതെന്ത് ചെയ്യും, ലെസ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ 6,27,000 നിന്ന് നമ്മൾ വിച്ച് എവർ ഇസ് ലെസ്സായിട്ട് എടുത്തിട്ടുള്ളത് 4,66,200 രൂപയാണ് എടുത്തിട്ടുള്ളത്. ആ 4,66,200 രൂപ ലെസ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകമാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലെസ് ചെയ്ത് കിട്ടുന്ന ഇൻകമാണ് 1,60,000 അങ്ങനെ കിട്ടണതാണ് 1,60,60,800 എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ബിസിനസ് ഇൻകം ആയിട്ട് വരുന്നത്. താങ്ക് യു.